ഹായ്, കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇപ്പം കണ്ടുവരുന്നതാണ് ഈ ഒരു ഗ്രൂപ്പിങ്ങും മാർഷലിങ്ങും എന്താണെന്നുള്ളത്. മെയിനായിട്ട് മാർഷലിങ്ങും ചോദിക്കുക, എൻ്റെ കൂട്ടത്തിൽ ഗ്രൂപ്പിംഗ് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്താണെന്നുള്ളത്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിമിലർ നേച്ചറിലായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഐറ്റത്തിൽ ഒറ്റ ഒരു ഹെഡിൽ കൊണ്ടുവരിക. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ്. കുറേ ക്രെഡിറ്റേഴ്സ് ആണോ അല്ലെങ്കിൽ കുറേ പേർക്ക് നമ്മൾ പൈസ കൊടുക്കാൻ കാണുമായിരിക്കും. ഓരോരുത്തരുടെ പേര് എഴുതുന്നതിന് പകരം എല്ലാവരെയും കൂടെ ചേർത്ത് നമ്മൾ ഒറ്റ അണ്ടറിൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. അതിനടുത്തതാണ് മാർഷലിംഗ്. മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റിനെയും ലൈബിലിറ്റിനെയും അറേഞ്ച് ചെയ്യുന്ന ഒരു ഓർഡറിനെയാണ് മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ. മാർഷലിംഗ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും ഓർഡർ ഓഫ് പെർമനൻസും. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന സാധനങ്ങൾ അസറ്റ് സൈഡിൽ നമ്മൾ ആദ്യം എഴുതും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് കൊടുത്ത് തീർക്കേണ്ടതായിട്ടുള്ളത് ലൈബിലിറ്റി സൈഡിൽ നമ്മൾ ആദ്യം എഴുതും. എന്നിട്ട് താഴോട്ട് പോകുമ്പോൾ പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ പറ്റാത്തതായിട്ടുള്ളതും അതേപോലെ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നതായിട്ടായിരിക്കും ലാസ്റ്റ് എഴുതുന്നത്. ആൻഡ് ഓർഡർ ഓഫ് പെർമനൻസ് പറഞ്ഞിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റാത്തത് നമ്മൾ ആദ്യം എഴുതും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൊടുത്ത് തീർക്കേണ്ടതായിട്ടുള്ളത് അത് നമ്മൾ ലൈബിലിറ്റി സൈഡിൽ ആദ്യം എഴുതും. പിന്നെ താഴോട്ട് വരുമ്പോൾ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ കൊടുത്ത് തീർക്കേണ്ടതായിട്ടുള്ളതുമായിരിക്കും എഴുതുന്നത്.